നമസ്കാരം, സെൽഫിയിലേക്ക് സ്വാഗതം. കാറിൽ ലോകം ചുറ്റുന്ന ഒരു സഞ്ചാരിയെ സെൽഫിയിൽ ആദ്യം പരിചയപ്പെടാം. പിന്നെ കേരളത്തിൽ പച്ച പുതയ്ക്കുന്ന നിർമ്മിതികളും. വേൾഡ് റെക്കോർഡുകളുടെ കൂട്ടുകാരൻ, കാറിൽ ലോകം ചുറ്റുന്ന സുരേഷ് ജോസഫ് ഇന്ന് സെൽഫിയിൽ എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ദൗത്യമായിരുന്നു ഇന്ത്യയിൽ നിന്ന് ഇന്തോനേഷ്യ വരെ കാറിൽ യാത്ര ചെയ്യുക എന്നുള്ളത്. എന്തായാലും അത് വളരെ വിജയകരമായി പൂർത്തിയാക്കി അദ്ദേഹം കൊച്ചിയിൽ തിരിച്ച് എത്തിയിരിക്കുന്നു. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കായി സെൽഫിയിൽ ഈ ഒരു സെഗ്മെൻറ്റ്. അങ്ങനെ 22,000 കിലോമീറ്ററോളം താണ്ടി ശ്രീ സുരേഷ് ജോസഫ് കൊച്ചിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമുക്ക് വിശദമായി ചോദിച്ചറിയാം എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ യാത്ര, എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എന്ന്. എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണ? ഒരു ഭയങ്കര ഇൻഫർമേറ്റീവ് ആൻഡ് എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ യാത്ര. ഇന്ത്യയിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്ക്. അതെ, ഇന്തോനേഷ്യ. പക്ഷേ കാർ ഓടിച്ചത് ഇന്ത്യ ടു സിംഗപ്പൂറാണ്. സിംഗപ്പൂരിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്ക് 25 വർഷം മുമ്പ് ഫെറി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആ ഫെറി ഡിസ്കണ്ടിന്യൂ ചെയ്തു. എന്നാന്ന് വെച്ചാൽ സിംഗപ്പൂരിൽ ഇപ്പം വണ്ടികൾ കൊണ്ടുപോകാനായിട്ട് വേണ്ടി വളരെ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള പല പ്രാക്ടീസസും കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഫെറി ഡിസ്കണ്ടിന്യൂ ചെയ്തു. അതുകൊണ്ട് ഇന്തോനേഷ്യ വരെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇന്ത്യ ടു സിംഗപ്പൂർ ആൻഡ് അവിടെ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വണ്ടി ഓടിച്ചു വന്നു. നമ്മുടെ റൂട്ട് ഇതിൽ കൃത്യമായി ഡിനോട്ട് ചെയ്തിട്ടുണ്ടല്ലേ? അതെ. ഇന്ത്യ മ്യാൻമാർ വഴി, അതെ, ലാവോസ്, അതെ, വിയറ്റ്നാം, അതെ, കംബോഡിയ, തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, ഇവിടം വരെയാണ് നമ്മൾ കാർ കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് ഞാനൊരു ഫെറി എടുത്ത് ഇന്തോനേഷ്യ വരെ പോയി. അപ്പോൾ ഇതൊരു പേഴ്സണൽ എക്സ്പെഡിഷൻ. തിരിച്ചു വന്നത് ഇന്തോനേഷ്യയിൽ നിന്ന് ബാത്തം എന്നുള്ള ഐലൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സിംഗപ്പൂർ വന്ന് വണ്ടി അവിടെ പാർക്ക് ചെയ്തിരിക്കുമായിരുന്നു. അതെടുത്തിട്ട് മലേഷ്യ വഴി തായ്ലൻഡ്, മ്യാൻമാർ, ബാക്ക് ടു ഇന്ത്യ. അപ്പോൾ കൊച്ചിയിൽ ഇന്നലെ വന്ന് ലാൻഡ് ചെയ്തു. എന്തായിരുന്നു ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്? ധാരാളം യാത്രകൾ നടത്തിയിട്ടുള്ള ആളാണ് റോഡ് വഴി. ഈ ഒരു യാത്ര എന്താണ്, എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു മെമ്മറി? എങ്ങനെയായിരിക്കും ഇതിൻ്റെ മെമ്മറി? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഇൻഫോർമേറ്റീവും എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഞാൻ ഇതിനു മുമ്പേ ഒരു ഇൻ്റർനാഷണൽ യാത്ര നടത്തിയത് കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്ക് പോയതാണ് കഴിഞ്ഞ ജൂണിൽ. നമ്മൾ വെസ്റ്റേൺ കൺട്രീസിൽ പോകുമ്പോഴത്തേക്കും വി എക്സ്പെക്റ്റ് അവിടുത്തെ ഡെവലപ്മെൻറ്റും ഒക്കെ നമുക്ക് ഏകദേശം ഒരു നല്ല ഐഡിയ ഉണ്ടാവും. നേരെ മറിച്ച് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ലാവോസ്, കംബോഡിയ, മ്യാൻമാർ ഇതൊക്കെ വളരെ പുവറായിട്ടുള്ള കൺട്രീസാണ്. അധികം ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ സോഷ്യൽ ഇൻഡിസസ് വളരെ പുവറായിരിക്കും എന്നൊക്കെയുള്ളൊരു ഒരു മൈൻഡ് സെറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോഴത്തേക്കും അവിടുന്ന് ഫസ്റ്റ് ഹാൻഡായിട്ട് കാണാൻ പറ്റിയത് ദാറ്റ് അവരുടെ സോഷ്യൽ ഇൻഡിസസും ഈ കഴിഞ്ഞ ഒരു 10-15 വർഷം കൊണ്ട് അവരുടെ ഡെവലപ്മെൻറ്റ് നടന്നതും വളരെ അധികമാണ്. ഈ വണ്ടി ഇപ്പോൾ വലിയൊരു യാത്ര കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. വണ്ടി തുറന്നു നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രതീക്ഷിക്കുക? ഇതിൽ ചെറിയൊരു യാത്രയ്ക്ക് പോകുമ്പോൾ തന്നെ ആൾക്കാർക്ക് ടെൻഷനാണ്. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണം, എന്തൊക്കെ ആയിരിക്കണം തയ്യാറെടുപ്പ്? ഈ വണ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ കാണാൻ കഴിയും? ഇത് ഈ 77 ദിവസം ഇതെൻ്റെ വീട് തന്നെയായിരുന്നു. ഞാൻ താമസിക്കുന്നത് തന്നെ ഇതിൻ്റെ അകത്താണ്. ഒരു വൈകുന്നേരം ഒരു സിറ്റിയിലോ ടൗണിലോ വല്ല നമ്മൾ ചെന്ന് താമസിക്കുമ്പോഴത്തേക്കും മാത്രം ഇതിൻ്റെ അകത്തുനിന്ന് ലഗേജ് എടുത്ത് രാത്രി താമസിക്കാനായിട്ട് വേണ്ടി മാത്രമേ കൊണ്ടുവന്നുള്ളൂ. അല്ലെങ്കിൽ ബാക്കി ഒരു 16-17 മണിക്കൂർ എൻ്റെ ജീവിതം ഈ വണ്ടിയിൽ തന്നെയാണ്. അതിനുവേണ്ടിയുള്ള സകല സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, ഞാൻ ഹോട്ടൽ ബുക്കിംഗ് വളരെ അഡ്വാൻസ് ആയിട്ട് എല്ലായിടത്തും ചെയ്യും. ഒന്നെങ്കിൽ ഹോട്ടൽ ബുക്കിംഗ് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടുള്ള താമസം എല്ലാം നേരത്തെ ഡിസൈഡ് ചെയ്യും. പക്ഷേ നമുക്ക് എമർജൻസി ആയിട്ട് ഇപ്പം എന്തെങ്കിലും ഒരു കാറിനൊരു ബ്രേക്ക് ഡൗണോ ഒരു ലാൻഡ് സ്ലൈഡോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് താമസിക്കേണ്ടടുത്ത് ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള എമർജൻസി സാധനം ഇതിൻ്റെ അകത്ത് ടെൻ്റ് ഉണ്ട്, സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്,
കെമിക്കൽ ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പല സംഗതികളും എമർജൻസി സപ്ലൈസ്, ഫോർ ഇൻസ്റ്റൻസ് ഫുഡിൻ്റെ എമർജൻസി സപ്ലൈ, മെഡിക്കൽ സപ്ലൈസ്, ഇങ്ങനത്തെ സംഗതികളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ ഈ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പല ക്ലൈമറ്റ് കണ്ടീഷൻസിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ചിലയിടത്ത് ഭയങ്കര ചൂടായിരിക്കും, ചിലയിടത്ത് മഴയായിരിക്കും, ചിലയിടത്ത് ഇച്ചിരി തണുപ്പുള്ള സ്ഥലങ്ങൾ. ഇതിനു വേണ്ടിയുള്ള ക്ലോതിങ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോതിങ് വേണം നമ്മൾ പോകുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഫുട്വെയർ, ചിലയിടത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇച്ചിരി ഗ്രിപ്പ് കൂടിയുള്ള ഇത് വേണ്ടി വരും. ബിക്കോസ് നമ്മൾ നടക്കും, ലിറ്റിൽ ബിറ്റ് ഓഫ് ട്രെക്കിംഗ് വെൻ വി ഡു, അതിന് വേണ്ടിയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ സംഗതികളൊക്കെ ഇതിൻ്റെ അകത്ത്. പിന്നെ മെഡിസിൻ പ്രത്യേകം ഒന്ന് ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ, പിന്നെ നമുക്ക് എന്തെങ്കിലും രോഗങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ഡെയിലി മെഡിസിൻസ് കൊണ്ടുപോകണം. ഫോർച്ചുനേറ്റ്ലി ഐ ഡിഡ്ന്റ് ഹാവ് ദോസ് റിക്വയർമെന്റ്സ്. ഒട്ടേറെ രാജ്യങ്ങൾ കവർ ചെയ്യുന്നു. വലിയൊരു പ്രശ്നം വിസയുടെ കാര്യത്തിലൊക്കെ ഉണ്ടാകാറില്ലേ? ഒരു മൾട്ടിപ്പിൾ വിസ അറേഞ്ച്മെന്റ് ഒക്കെ അത് എത്രമാത്രം ഒരു വെല്ലുവിളിയുള്ള ഒരു കാര്യമാണ് അത് വളരെയധികം ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഇതാണ്. നമ്മൾ ഈ സ്ട്രാറ്റജിക് പ്ലാനിങ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ബിക്കോസ് വിസ ഇല്ലെങ്കിൽ നമുക്കൊരു കൺട്രി കയറാൻ പറ്റത്തില്ല. പക്ഷേ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദീസ് കൺട്രീസ് നമുക്ക് ഇന്ത്യൻസിന് വിസ ഓൺ അറൈവൽ ഉണ്ട്. അപ്പോൾ ബോർഡറിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വിസ അടിച്ച് കിട്ടും. പക്ഷേ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ കാറുമായിട്ട് പോകുന്ന ഒരു പുതുമയാണ്. ഇന്ത്യയിൽ നിന്ന് ആരും ഇതുവരെ സിംഗപ്പൂരിന് വണ്ടി ഓടിച്ച് പോയിട്ടില്ല. ദ റീസൺ ഈസ് ഇപ്പം മ്യാൻമാർ തന്നെ കഴിഞ്ഞ 6 മാസം മുമ്പാണ് ഇവർ ക്ലിയറൻസ് കൊടുത്തിരിക്കുന്ന വണ്ടിയും കൊണ്ട് പോകാനായിട്ടുള്ളത്. അത് വളരെയധികം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇന്ത്യയിലെ ടൂർ ഏജൻസീസിന് പോലും അറിയാൻ വയ്യ ഇങ്ങനെ മ്യാൻമാറിൽ വണ്ടി ഓടിച്ച് പോകാനായിട്ടുള്ള ക്ലിയറൻസ് ഇപ്പോൾ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് ഒരു ടെംപ്ലേറ്റ് ഫോളോ ചെയ്യാനായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പ്ലാനിങ് എല്ലാം കംപ്ലീറ്റ്ലി ഐ ഹാവ് ടു ഡു മൈസെൽഫ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ കൺട്രീസിനുള്ള വീസാസ് എല്ലാം എടുത്തുകൊണ്ട് പോകാം. നമ്മൾ ഈ വീസാസ് എടുക്കുമ്പോഴത്തേക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി തീരുമാനിക്കേണ്ടത് ഏത് കൺട്രീസിനാണ് നമുക്ക് സിംഗിൾ എൻട്രി വീസ വേണ്ടത്, ഏത് കൺട്രീസിനാണ് നമുക്ക് മൾട്ടിപ്പിൾ എൻട്രി വീസ വേണ്ടത്. പിന്നെ വേറൊരു ചലഞ്ച് വരുന്നതെന്ന് വെച്ചാൽ ചില കൺട്രീസ് ലൈക്ക് തായ്ലൻഡ് മൾട്ടിപ്പിൾ എൻട്രി വീസ എന്ന് പറഞ്ഞ് അടിച്ചു തരത്തില്ല. അവർ എത്ര എൻട്രീസ് വേണമെന്നും പറഞ്ഞുള്ളത് അടിച്ചു തരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ റൂട്ട് പ്ലാനിങ് വളരെ കൃത്യമായിരിക്കണം. അപ്പോൾ നമുക്കറിയണം ഇന്ന സ്ഥലത്തു നിന്ന് പോകുമ്പോഴത്തേക്കും തായ്ലൻഡ് വഴിയാണ് പോകുന്നത്. ഫോർ ഇൻസ്റ്റൻസ് മയൻമാറിൽ നിന്ന് ഞാൻ ലാവോസിലേക്ക് പോകുമ്പോഴത്തേക്ക് എനിക്ക് ഡയറക്റ്റായിട്ട് മയൻമാറിൽ നിന്ന് ലാവോസിലേക്ക് പോകാൻ പറ്റത്തില്ല, തായ്ലൻഡ് വഴിയേ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവിടെ ഒരു എൻട്രിയും എക്സിറ്റും ആവശ്യമുണ്ട്. അപ്പോൾ തായ്ലൻഡിൽ എനിക്ക് ആകെപ്പാടെ 3 എൻട്രി എക്സിറ്റ് ആയിരുന്നു ആവശ്യം. അപ്പോൾ അവരെനിക്ക് 3 ഇതിൻ്റെ തന്നു. ഒരു കാറുമായി ഒരു യാത്ര പോകുമ്പോൾ വിദേശത്തേക്ക് കടന്നു പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ റെഗുലേഷൻസ് ഉണ്ടാവും അവിടെ? ഇതാണ് നമ്മുടെ ഈ പ്ലാനിങ്ങിൽ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ളൊരു സംഗതിയാണ്, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള സംഗതിയാണ്. ഇപ്പോൾ നമ്മൾ കാറ് ഇന്ത്യയിൽ നിന്ന് വെളിയിലോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ആദ്യം നമുക്ക് എടുക്കേണ്ട ഒരു ഡോക്യുമെൻറ്റേഷൻ കാർനെറ്റ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻറ്റേഷനാണ്. പണ്ടൊക്കെ നമ്മൾ വണ്ടി കൊണ്ടുപോകുമ്പോഴത്തേക്കും ഒരു കൺട്രിയുടെ അതിർത്തി കടക്കുമ്പോൾ ആ കാറിൻ്റെ ഡ്യൂട്ടി നമ്മൾ ആ കൺട്രിയിൽ നമ്മൾ കെട്ടിവെക്കണം, എൻട്രി പോയിന്റിൽ നമ്മൾ കെട്ടിവെക്കണം. എന്നിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കും അത് റീഇംബേഴ്സ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. പക്ഷേ പലയിടത്തും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എൻട്രി പോയിന്റ് അല്ലായിരിക്കും എക്സിറ്റ് പോയിന്റ്. അതുകൊണ്ട് റീഇംബേഴ്സ്മെൻ്റ് ഒക്കെ വളരെ ഡിലേഡ് ആകും. പിന്നെ വളരെ കമ്പേഴ്സമായിട്ടുള്ളൊരു പ്രൊസീജിയറായിരുന്നു. അതുകൊണ്ട് കസ്റ്റംസ് യൂണിയൻ, ഇൻ്റർനാഷണൽ കസ്റ്റംസ് യൂണിയൻ അവർ ചേർന്നിട്ട് അവർ തീരുമാനിച്ചു ഒരു കൺട്രിയിൽ ഒരു ഏജൻസി അതിനു വേണ്ടിയുള്ളൊരു റെസ്പോൺസിബിലിറ്റി എടുക്കുക. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഇന്ത്യയിൽ ഓട്ടോമൊബൈൽ അസോസിയേഷൻ ഹാസ് ബിൻ ഗിവൻ ദ റെസ്പോൺസിബിലിറ്റി ടു കളക്ട് എ ഡെപ്പോസിറ്റ് ഫ്രം ദി ഓണർ ഓഫ് ദ കാർ. അപ്പോൾ ഈ ഡെപ്പോസിറ്റ് ഇന്ത്യയിൽ ഇപ്പം ഓട്ടോമൊബൈൽ അസോസിയേഷൻ നമ്മൾ വണ്ടി കൊണ്ടുപോകണമെങ്കിൽ ഈ വണ്ടിയുടെ ഒറിജിനൽ പ്രൈസിൻ്റെ 3.5 ടൈംസ് ആ പൈസ നമ്മൾ ബാങ്ക് ഗ്യാരണ്ടി ആയിട്ട് ഓട്ടോമൊബൈൽ അസോസിയേഷന് കൊടുക്കണം. ഇപ്പോൾ ഈ വണ്ടിയുടെ വില ഏകദേശം 20 lakhs ആണ്. അപ്പോൾ 68 lakhs ബാങ്ക് ഗ്യാരണ്ടിയാണ് ഞാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ സദേൺ ഇന്ത്യക്ക് കൊടുക്കേണ്ടി വന്നത്. ഇത് കാറിൽ പോകുമ്പോൾ മറ്റൊരു വലിയ റിസ്ക്, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരാൾ തനിച്ചൊക്കെയാണ് പോകുന്നത്, എന്തെങ്കിലും ഒരു ചെറിയ അപകടങ്ങളോ അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജുകളോ ഒരു ബ്രേക്ക് ഡൗണോ ടയർ പഞ്ചറാവോ ഒക്കെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? തന്നെ ഇതെല്ലാം അത്യാവശ്യം മെയിൻ്റെനൻസ് എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടോ? എന്നാ പറയുന്നത് ഒരു കൺഫെഷനാണ്. എനിക്ക് കാറിൻ്റെ യാതൊരു മെക്കാനിക്കലായിട്ടുള്ള ഇലക്ട്രോണിക് ആയിട്ടുള്ള യാതൊരു ഇതും എനിക്ക് അറിയില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലായിരിക്കും, പക്ഷേ എനിക്ക് ഒരു പങ്ക്ചർ വന്നാൽ ടയർ പോലും മാറ്റാൻ അറിയാൻ വയ്യ. ഇത് പഞ്ചർ ഉണ്ടായിട്ടില്ലേ ഇതുവരെ? ഞാൻ ഇപ്പം 7 എക്സ്പെഡിഷൻസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ എക്സ്പെഡിഷനിൽ മാത്രം 2 പ്രാവശ്യം പങ്ക്ചർ ഉണ്ടായി. പക്ഷേ എൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ മാത്രമേ വണ്ടി ഓടിക്കുള്ളൂ. രാവിലെ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുക, ഒരു ഉച്ച 2-2:30 ആകുമ്പോഴത്തേക്കും എൻ്റെ യാത്ര ആ സമയത്ത് യാത്ര നിർത്തും. അതാണ് എൻ്റെ പ്ലാനിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഇന്ന സമയം കൊണ്ട് എവിടെ എത്താൻ പറ്റുമെന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻസ്. ഇതിനൊരു റീസൺ ഉണ്ട്. ഒന്ന്, നമ്മൾ രാവിലെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് വി ആർ ഫ്രഷ്.
രണ്ടാമത്തെ സംഗതി എന്ന് വെച്ചാൽ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഉണ്ടായി കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് സം ഹെൽപ്പ് ഓൺ ദ വേ. അപ്പോൾ എനിക്ക് 2 പ്രാവശ്യം പങ്ക്ചർ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. ഈ പങ്ക്ചർ ഉണ്ടായപ്പോഴത്തേക്ക് ഇറ്റ് വാസ് ഡ്യൂറിങ് ദ ഡേ ടൈം. ഞാൻ സൈഡിലോട്ട് വണ്ടി പാർക്ക് ചെയ്യും, റോഡിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് ഇങ്ങനെ കൈ കാണിക്കും, ആരെങ്കിലും നിർത്തും, അവർ മാറ്റിത്തരും, ഞാൻ പിന്നെ യാത്ര തുടരും. എനിക്കിതിനെപ്പറ്റി യാതൊരു സംഗതി അറിയത്തില്ല. പിന്നെ എൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് എൻ്റെ ഒരു ബിലീഫ് സിസ്റ്റം, നമുക്കൊരു സോൾ ഉള്ളതുപോലെ തന്നെ ഈ വണ്ടിക്ക് ഒരു സോളുണ്ട്. തീർച്ചയായും. അപ്പോൾ ആ സോളിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ വണ്ടിക്ക് യാതൊരു തകരാറും യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വണ്ടി കണ്ടിട്ട് തന്നെ ഞാൻ ആകെ ക്രേസ് ആയിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ഇതിൽ നിന്ന് യാത്ര ചെയ്യാം, അടുത്തൊരു ലൊക്കേഷനിലേക്ക്. തീർച്ചയായിട്ടും. ഓക്കെ, വരൂ. ഏറ്റവും അധികം വിദേശ രാജ്യങ്ങളിൽ റോഡ് മാർഗം സഞ്ചരിച്ചിരിക്കുന്ന ആളെന്ന നിലയ്ക്ക് നമുക്ക് ഇന്ത്യയിലെ റോഡുകളുടെ കണ്ടീഷൻ, പ്രത്യേകിച്ച് കേരളത്തിലെ റോഡുകളുടെ ഒരു കണ്ടീഷൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് അതിശയകരമായി കാണാൻ കഴിയുക? ഇതിലും മികച്ച റോഡുകളാണോ അവിടെ, അതോ എല്ലാം ഒരുപോലെ? ഏതാണ് ഒരു മികച്ചത് അല്ലെങ്കിൽ മോശമെന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയും? സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഉള്ള കൺട്രീസിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കാണുന്നത് നമ്മുടെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്തുമാത്രം ഡെഫിഷ്യൻ്റ് ആണെന്നുള്ള ഒരു കമ്പാരിസനാണ് എനിക്ക് കിട്ടിയത്. ഇപ്പം മ്യാൻമാറിലാണെങ്കിലും ശരി, ലാവോസിലാണെങ്കിലും ശരി, തായ്ലൻഡ്, സിംഗപ്പൂർ, മലേഷ്യ ടോപ്പ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചറാണ്. ബാക്കിയുള്ള കൺട്രീസിൽ പോലും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനേക്കാളും വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് അവിടെ നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇത്തവണ തിരിച്ച് ഇന്ത്യയിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴാണ് ചെറിയ തട്ടോ മുട്ടോ ഉണ്ടായതല്ലേ? ചെറുതല്ല, ഇൻഫാക്ട് ഇറ്റ് കുഡ് ഹാവ് ബീൻ സാഹചര്യം. അത് തന്നെയല്ല, 2 ആക്സിഡൻറ്റ്സ് ഉണ്ടായി. പക്ഷേ ഞാൻ ഒരു സെഗ്മെൻറ്റ് പോലും കാൽക്കട്ടയിൽ നിന്ന് വിശാഖപട്ടണത്ത് ഒരു ക്ലോസ് ടു 900 കിലോമീറ്റേഴ്സ് ഒരു ദിവസം ഓടിച്ചത് ഒരു 6 പ്രാവശ്യമെങ്കിലും ഞാൻ മരിച്ചു പോകേണ്ട സിറ്റുവേഷൻ പോലും ഉണ്ടായിട്ടുണ്ട്. നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് എന്ന് പറയാം, അതുപോലെ ഉണ്ടായിട്ടുണ്ട്. അത്രയ്ക്ക് അൺസേഫ് ആയിട്ടാണ് നമ്മുടെ റോഡ് കണ്ടീഷനും അതുപോലെ തന്നെ റോഡ് യൂസും. വൺ വെരി സിമ്പിൾ തിങ് നമ്മൾ വെളിയിൽ കാണുന്നത്, ആരും ലെയിൻ ലംഘിച്ച് വണ്ടി ഓടിക്കുകയില്ല. 2 ലെയിൻസേ ഉള്ളെങ്കിലും ഒന്ന് ഡ്രൈവിംഗ് ലെയിനും ഒന്ന് ഓവർടേക്കിംഗ് ലെയിനായിട്ട് തന്നെ പോകും. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലുള്ള വണ്ടി നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ പെർമിറ്റ് ചെയ്യാതെ നമ്മൾ സാധാരണ ഓവർടേക്ക് ചെയ്യാറില്ല. അതുകൊണ്ട് ഹാപ്പസഡ് ഡ്രൈവിംഗ് ഇല്ല. റോഡ് യൂസ് ഇസ് വെരി സയൻറ്റിഫിക്. അത് തന്നെ ഒരു സേഫ്റ്റിയുടെ ഒരു പ്രധാന. നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് അഡോപ്റ്റ് ചെയ്യാൻ കിട്ടും? ഈ റോഡ് സേഫ്റ്റിയുടെ കാര്യത്തിലായാലും വണ്ടി ഓടിക്കുന്ന കാര്യത്തിലായാലും വിദേശ രാജ്യങ്ങളെ എങ്ങനെ നമുക്ക് അനുകരിക്കാൻ കഴിയും ഇന്ത്യൻ കണ്ടീഷൻ വെച്ചിട്ട്? ഇന്ത്യൻ കണ്ടീഷൻ വെച്ചിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം നമ്മുടെ റോഡുകളിൽ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെഹിക്കിൾസ് വന്നു. റൈറ്റ് ഫ്രം എ ബുള്ളറ്റ് കാർ ടു എ BMW നമ്മുടെ റോഡ്സ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെഹിക്കിൾസ് നമ്മുടെ റോഡിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഒരു റോഡ് ഡിസൈൻ തന്നെ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ പുറം രാജ്യങ്ങളിൽ നിന്ന് ചുമ്മാ ഒരു റോഡിൻ്റെ ഡിസൈൻ നമ്മൾ കോപ്പി ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ബിക്കോസ് ദാറ്റ് ഡസൻറ്റ് പെർമിറ്റ് യു ടു ഹാവ് ദ സ്ലോവസ്റ്റ് വെഹിക്കിൾ ആൻഡ് ദ ഫാസ്റ്റസ്റ്റ് വെഹിക്കിൾ ഓൺ ദ സെയിം റോഡ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ തിങ്സ്. രണ്ടാമത്, പുറം രാജ്യങ്ങളിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യാവുന്നത് റോഡ് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഡിസൈൻ എന്താണെന്നുള്ളത് നമ്മളത് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഒരു റോഡ് പണിതാൽ മാത്രം പോരാ, നമ്മളത് റോഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും കൂടെ വേണം. അപ്പോൾ ഇനി എങ്ങോട്ടാണ് അടുത്ത യാത്ര? വളരെയധികം ഡ്രീംസ് ഉണ്ട്. ഇപ്പോൾ ഇൻഫാക്ട് ഈ യാത്ര തന്നെ ഒരു ഡബിൾ ഹെഡർ എക്സ്പെഡിഷനാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. ഒന്ന് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഓഡിസിയും വേറൊന്ന് ഹിമാലയൻ എക്സ്പെഡിഷനും. ഹിമാലയൻ എക്സ്പെഡിഷൻ അൺഫോർച്ചുനേറ്റ്ലി നേപ്പാളിലെ എർത്ത് ക്വേക്ക് കാരണം അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അടുത്ത വർഷം സമ്മറിൽ എനിക്ക് ഹിമാലയൻ എക്സ്പെഡിഷൻ ചെയ്യണമെന്നുള്ളതാണ് ഒരാഗ്രഹം. പക്ഷേ ഫണ്ടിങ്ങിൻ്റെ ഇഷ്യൂസും കൂടെ നോക്കണം. ഇത് കഴിഞ്ഞിട്ട് വേറെ 2 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഉണ്ട്. ഒന്ന്, അമേരിക്കയിൽ 49 സ്റ്റേറ്റ്സ് ഉണ്ട്. അതിൽ ഒരു 6 മാസം കൊണ്ട് അവിടെ ചെന്ന് ഒരു വണ്ടി മേടിച്ച് ഈ 49 സ്റ്റേറ്റ്സ് കവർ ചെയ്യുക. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ ചെന്നിട്ട് പെർത്ത് ടു പെർത്ത്, റൈറ്റ് അറൗണ്ട് ദ കോസ്റ്റ് ഓഫ് ഓസ്ട്രേലിയ. അതൊരു 3 മാസത്തെ 18,000 കിലോമീറ്റേഴ്സിൻ്റെ ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ഡ്രീംസ് ആയിട്ട് ഇപ്പോഴും ഇരിക്കുകയാണ്. ഐ ഹാവ് ടു ബ്രേക്ക് ദം ഡൗൺ ഇൻ ടു സ്മോളർ യൂണിറ്റ്സ് വെയർ ഐ ക്യാൻ ഓപ്പറേഷണലൈസ് ദം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതിന് ഫണ്ടിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതൊക്കെ കാർ മാർഗമുള്ള യാത്രയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എങ്കിലും ഈ വർഷം സെപ്റ്റംബർ ഒക്ടോബറിൽ
കോവളം തൊട്ട് കാസർഗോഡ് വരെ നടക്കണമെന്നുള്ളൊരു ബൈ വാക്ക് ഐ വാണ്ട് ടു കവർ ദ സ്റ്റേറ്റ്. അതിനൊരു ഒബ്ജക്റ്റീവ് ഉള്ളത് മാതാപിതാ ഗുരു ദൈവം എന്നുള്ള ആ ഒരു ആശയം പിള്ളേർ മാത്രമല്ല, പിള്ളേരും പേരൻസും ടീച്ചേഴ്സിനെയും കൂടെ ഉള്ളൊരു അസംബ്ലിയിൽ ഇത് റൈറ്റ് ത്രൂ ദ 650 കിലോമീറ്റേഴ്സ് സ്പ്രെഡ് ചെയ്യണമെന്നുള്ളൊരു ആശയത്തിലാണ് ഈ ഉള്ളത്. ഭാവിയിലേക്ക് ധാരാളം വഴി തുറന്ന് കിടപ്പുണ്ടല്ലേ ഭാവിയിലേക്ക്. എല്ലാ യാത്രകൾക്കും അഡ്വാൻസ് ആയിട്ട് ആശംസകൾ നേരുകയാണ്. താങ്ക് യു. കേരളത്തിലെ പട്ടണങ്ങളും നഗരങ്ങളും ഒക്കെ ഇപ്പോൾ കൂടുതൽ പച്ച പുതയ്ക്കാനുള്ള ശ്രമത്തിലാണ്. ഫ്ലാറ്റുകളും വില്ലകളും കോർപ്പറേറ്റ് ഓഫീസുകളും ഒക്കെ ഒരു ഗ്രീൻ കൺസെപ്റ്റിലേക്ക് മാറിയിരിക്കുന്നു. പൊടിപടലങ്ങളും ഗതാഗതക്കുരുക്കും നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം ചേർന്ന് കേരളത്തിലെ പട്ടണങ്ങളെയും നഗരപ്രദേശങ്ങളെയും എല്ലാം ശ്വാസം മുട്ടിക്കുകയാണ്. അതിനിടയിൽ ആശ്വാസകരമാകുന്ന കുളിർമ നൽകുന്ന ചില കാഴ്ചകളും. അതാണ് കേരളത്തിൽ ഉയർന്നു പൊങ്ങുന്ന പച്ചപ്പിന്റെ സംസ്കാരം. വില്ലകളും ഫ്ളാറ്റുകളും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും ഒക്കെ പച്ചപ്പണിയുമ്പോൾ പുതിയ നിർമ്മാണ രീതികളിലേക്കുള്ള ജനങ്ങളുടെ താൽപ്പര്യം വെളിവാകുന്നു. കൊച്ചിയിലെ വി-ഗാർഡ് ഇൻഡസ്ട്രീസിന്റെ കോർപ്പറേറ്റ് ഓഫീസ് തന്നെ മികച്ചൊരു ഉദാഹരണം. പച്ചിലകളും പൂവും പുല്ലുമെല്ലാം പുതിയൊരു കെട്ടിട സംസ്കാരത്തിന് കുളിരേകുന്നു. നിർമ്മാണ ചെലവ് അല്പം ഉയരുമെങ്കിലും ദീർഘകാലത്തേക്ക് ഊർജവും ജലവുമെല്ലാം ലാഭകരം. വി-ഗാർഡിൻ്റെ കോർപ്പറേറ്റ് ബിൽഡിംഗ് തീരുമാനിച്ചപ്പോൾ എനിക്കൊരു ധാരണയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ധാരാളം ചെടികളും ഒരു പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സാധ്യതയുണ്ടോയെന്നായിരുന്നു പഠിച്ചത്. അപ്പോൾ അതിനെപ്പറ്റി ഒത്തിരി പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി സാധിക്കും. കാരണം നമുക്ക് ചുറ്റും ഓരോ ഫ്ലോറിലും ബിൽഡിങ്ങിന് ചുറ്റും ചെടികൾ വളർത്തുകയാണെങ്കിൽ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്കുള്ള ചൂടും കുറയും, ഒരു കൂളിംഗ് ഇഫക്റ്റ് കിട്ടുകയും ചെയ്യും എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. ആദ്യം ആർക്കിടെക്ട്സൊക്കെ പേടിച്ചിട്ടാണ് തുടങ്ങി വെച്ചത്. എന്നിരുന്നാൽ തന്നെ അത് വിജയകരമായി ഇപ്പോൾ 6-7 വർഷമായിട്ട് നല്ല ഗ്രീനറി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. തന്നെയല്ല അതിനധികം വലിയ ചിലവൊന്നും വരുന്നില്ല. കാരണം ഞാൻ ഇവിടെ വെച്ചിട്ടുള്ള ചെടികളെല്ലാം സാധാരണ നാടൻ ചെടികളാണ്. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് വളരെ കുറവാണ്. പിന്നെ ഒരു പ്രത്യേകതയുള്ളത് ഇവിടുത്തെ വെള്ളം തന്നെ ഞങ്ങൾ കോർപ്പറേഷൻ കണക്ഷൻ എടുത്തിട്ടേ ഇല്ല. ഇവിടുത്തെ വെള്ളം തന്നെ മഴ സംഭരണി, അത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്തിട്ട് ഇവിടെ തന്നെ ഓപ്പൺ വെല്ലുകളിൽ റീചാർജ് ചെയ്തിട്ട് ആ വെള്ളം തന്നെയാണ് ഈ ചെടി നനയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതും ഓഫീസിൽ ഉപയോഗിക്കുന്നതും എല്ലാം തന്നെ. കോർപ്പറേഷൻ കണക്ഷൻ ഇല്ല. കേരളത്തിലെ ഒരു പ്രകൃതിയുടെ കാര്യത്തിൽ ഒരുപാട് ടെമ്പറേച്ചർ വേരിയേഷൻ ഇല്ല. നമുക്കൊരു 35 ഡിഗ്രിയേക്കാളും കൂടുതൽ പോകാറേ ഇല്ല. ഇപ്പോൾ ആക്ച്വലി ഇവിടെ ഞങ്ങളുടെ ഒരു 90% ഏരിയ എയർ കണ്ടീഷൻ്റെ അല്ല. കാരണം ഇത്രയും കൂളിംഗ് ഇഫക്റ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ എല്ലാം ഒരു ഫാൻ ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ട് 90% ഏരിയ എയർ കണ്ടീഷനിങ് അല്ല. അത്രയും പവർ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ഗ്രീനറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന നമുക്ക് തെളിയിക്കാൻ പറ്റി. ഇനീഷ്യലി വേണമെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷനിൽ സ്വല്പം കോസ്റ്റ് കൂടിയാലും നമ്മൾ ഫ്യൂച്ചറിൽ ആലോചിക്കുകയാണെങ്കിൽ എയർ കണ്ടീഷനിങ്ങിൻ്റെ ചിലവ് ലാഭിക്കാമല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് കോസ്റ്റ് ഇഫക്റ്റീവ്. ഇത് ചിലവ് കുറവാണ് ലോങ് ടേം നോക്കിയാൽ. നഗരങ്ങളിലെ റോഡുകളും പൂവണിയാനുള്ള ശ്രമത്തിലാണ്. കൊച്ചി പാലാരിവട്ടം ഇടപ്പള്ളി പാതയിൽ പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞു. കോർപ്പറേഷനും കോർപ്പറേറ്റുകളും കൈകോർത്തപ്പോൾ നഗരം സുന്ദരിയാകുന്നു. കൊച്ചി കോർപ്പറേഷനാണ് കുറേ കോർപ്പറേറ്റ്സിനെ സമീപിച്ചത്.
അപ്പോൾ എടപ്പള്ളി തൊട്ട് വൈറ്റില വരെ ഒരു ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആശയമായിരുന്നു. അപ്പോൾ പല കോർപ്പറേറ്റ്സും ചേർന്നിട്ട് V-Guard മാത്രമല്ല പലരും ഉണ്ട് അതിനകത്ത്. ഈസ്റ്റേൺ ഉണ്ട്, പിന്നെ ഹോളിഡേ ഇന്ന്, എറണാകുളം മെഡിക്കൽ സെൻറ്റർ, അങ്ങനെ ഒത്തിരി പേര് ചേർന്നിട്ട് 10, 15, 20ഓളം പേര് ഗ്രൂപ്പായിട്ട് ഒരു സൊസൈറ്റി ഫോം ചെയ്ത് അവരതിലേക്ക് പണം ഇട്ടിട്ട് ആ സൊസൈറ്റിയാണ് അത് ഡെവലപ്പ് ചെയ്തതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും. അതും വളരെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ചെയ്യുന്നത്. പിന്നെയല്ല, നമ്മുടെ നാട്ടിൽ സാധാരണയുള്ള പ്രോബ്ലം ഒരുപാട് കളകൾ വളരും. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യാനായിട്ടൊരു ജിയോ ടർഫിങ് ചെയ്തിട്ടാണ്, ഒരു മാറ്റ് വിരിച്ചിട്ടാണ് ചെടികൾ നട്ടത്. അതുകൊണ്ട് തന്നെ കള പറിക്കേണ്ടി വരുന്നില്ല. പിന്നെ എടപ്പള്ളി തൊട്ട് ഇവിടെ വൈറ്റില വരെ ഒരു 10-40 ബോർവെല്ല്, കൊച്ചു ബോർവെല്ല് കുഴിച്ച് ചെറിയൊരു ജനറേറ്റർ, ചെറിയൊരു പമ്പ്, അങ്ങനെ അതിൽ നിന്ന് തന്നെയാണ് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെലവ് ചുരുങ്ങിയ ഒരു പദ്ധതിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ ധാരാളം പൂക്കൾ വളർന്ന് വലുതായിട്ടുണ്ട്. കേരളത്തിൽ നമ്മൾ ടൂറിസം മേഖലയിൽ ഒത്തിരി റവന്യൂ ഉണ്ടാക്കുന്നൊരു സ്റ്റേറ്റ് ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പരിസരം വൃത്തിയായി സൂക്ഷിക്കുക, പരിസരം ഭംഗിയോടെ സൂക്ഷിക്കുക, അതെല്ലാം പ്രധാനമാണ്. അത് ഇതുപോലെ കോർപ്പറേറ്റ്സിൻ്റെയൊക്കെ സപ്പോർട്ട് വിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഗവൺമെൻറ് എല്ലാത്തിലും പോയി തലയിടാതിരുന്നാൽ മതി എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇനി പറിച്ചു നട്ടോളൂ പുതിയ പച്ചപ്പിൻ്റെ സംസ്കാരം. സെൽഫിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്ത ജീവിത കാഴ്ചകളുമായി വീണ്ടും എത്തും സെൽഫി.